അണക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കുറ്റക്കാരനായ അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട SFI ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും വിദ്യാർത്ഥികൾക്കെതിരായ മർദ്ദനമുറകൾ ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് SFI ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് പറഞ്ഞു. അതേസമയം കട്ടപ്പന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇന്ന് സ്കൂളിലെത്തി സംഭവത്തിൽ അന്വേഷണം നടത്തി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ക്ലാസിൽ വെച്ച് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചതായുള്ള പരാതി ഉയർന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ കുറ്റക്കാരനായ അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർത്തിയാണ് SFI ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. സ്കൂളിന്റെ പ്രവേശന കവാടത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞു. എന്നാൽ ഗേറ്റും പോലീസിന്റെ വലയവും മറികടന്ന് പ്രവർത്തകർ സ്കൂൾ വളപ്പിലേക്ക് ഇരച്ചു കയറി. തുടർന്ന് ഹെഡ്മാസ്റ്ററുമായി SFI നേതാക്കൾ സംസാരിക്കുകയും അധ്യാപകനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളതായി അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. വിദ്യാർത്ഥികൾക്കെതിരെ ക്രൂരമായ നടപടികൾ അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന സാഹചര്യം സംസ്ഥാനത്ത് ഒരു വിദ്യാലയത്തിലും അനുവദിക്കില്ല എന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത SFI ഇടുക്കി ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് പറഞ്ഞു. ഈ അധ്യാപകനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ട് സ്കൂളിൽ നിന്നും അനുകൂല നിലപാട് സ്വീകരിക്കും എന്നുള്ള സാഹചര്യം ഇവിടുത്തെ ഹെഡ്മാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ ഈ അന്വേഷണം കഴിഞ്ഞ് നടപടി സ്വീകരിക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കും. ഇനി അങ്ങനെയല്ല, വീണ്ടും ഇതേ രീതിക്ക് ഈ അധ്യാപകനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാടാണ് സ്വീകരിക്കാൻ വേണ്ടി ഈ സ്കൂൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഉള്ള വിദ്യാർത്ഥി പങ്കാളിത്തത്തോടു കൂടി നമ്മൾ ഈ സ്കൂളിലേക്ക് ഇടിച്ചു കയറും. വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്ന പരാതിയിൽ വകുപ്പുതല അന്വേഷണവും നടക്കുന്നുണ്ട്. കട്ടപ്പന വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ C. രാജശേഖരൻ ഇന്ന് സ്കൂളിലെത്തി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴി രേഖപ്പെടുത്തി. അന്വേഷണ റിപ്പോർട്ട് ഇദ്ദേഹം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് കൈമാറും. നിലവിൽ അന്വേഷണ വിധേയമായി 1 മാസത്തെ നിർബന്ധിത അവധിയിലാണ് ആരോപണ വിധേയനായ അധ്യാപകൻ. ന്യൂസ് ബ്യൂറോ, അണക്കര.